പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പുതിയ ഒരു വർത്തമാനം. ലക്ഷക്കണക്കിലുള്ള വിദ്യാർത്ഥിനികൾക്ക്, പ്രത്യേകിച്ച് ഈ സെഷനിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥിനികൾക്ക് ആശ്വാസകരമായ ഒരു വർത്തമാനമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെഷന്റെ അഡ്മിഷൻ തീയതി ഏതാനും ദിവസങ്ങളിലേക്ക് ഇഗ്നോ നീട്ടിയിരിക്കുന്നു. ഈ വീഡിയോയിലൂടെ 3 സംഗതികളാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഒന്ന്, ഇഗ്നോ അതിന്റെ അഡ്മിഷൻ നീട്ടാനുള്ള സുപ്രധാനമായ കാരണം എന്താണ്? 2, എന്തുകൊണ്ടാണ് ഇഗ്നോ ഇങ്ങനെ അഡ്മിഷൻ നീട്ടേണ്ടി വന്നത് എന്നുള്ള അവസ്ഥ, അതിന് ഉപോത്ബലകമായ വിദ്യാർത്ഥിനികളുടെ ആവശ്യം എന്താണ്, എന്തുകൊണ്ട് ഇഗ്നോ ഇത്തരത്തിലുള്ള സൗകര്യം നമുക്ക് പഠിതാക്കൾക്ക് നൽകുന്നു എന്നുള്ള 4ാമത്തെ കാര്യവും, അതുപോലെ തന്നെ എന്നാണ് നമുക്ക് ഈ അഡ്മിഷൻ സെഷൻ പൂർത്തിയാകുന്നത്, ഈ പൂർത്തിയാകുന്നതിനോടൊപ്പം കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ സ്കോളർഷിപ്പുകളോ ഫീസ് ആനുകൂല്യങ്ങളോ ലഭിക്കുമോ എന്നുള്ള പ്രധാനമായ കാര്യമാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നോട്ട്സ് ആദ്യമായി നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ നൽകുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷോപലക്ഷം വിദ്യാർത്ഥിനികൾക്ക് ഗുണപ്രദമായിട്ടുള്ള ഈ വീഡിയോ നമ്മുടെ സ്വന്തം നാട്ടില്, നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിലും, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾ, നമ്മുടെ സുഹൃത്തുക്കൾ അന്യ രാജ്യത്തും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥിനികൾക്ക് ഗുണപ്രദമായ ഇത്തരത്തിലുള്ള വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾ നോട്ട്സിലെ ഇൻഫർമേഷൻസ് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും, നല്ല വാക്കുകൾ കമന്റ് ചെയ്യാനും, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള വ്യക്തമായ അഭിപ്രായം കമന്റ് ചെയ്യാനും, ലൈക്ക് ഓർ ഡിസ്ലൈക്ക് നിങ്ങൾ രേഖപ്പെടുത്താനും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും സുപ്രധാനമായ ഈ കാരണങ്ങൾ എന്തുകൊണ്ട് ഇഗ്നോ നീട്ടി എന്നുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇഗ്നോയുടെ സ്വീകാര്യത തന്നെയാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടാണ് ഈ അഡ്മിഷൻ നീട്ടുന്നത്? കാരണം വളരെ വ്യക്തമാണ്. നമ്മൾ ഒരു വിശാലമായ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശാലമായ ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് പല സ്റ്റേറ്റുകളിലെ പല ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ യൂണിവേഴ്സിറ്റീസ് UGC അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, ടു ബി യൂണിവേഴ്സിറ്റീസ് നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോൾ പുതിയ UGC നോംസ് അനുസരിച്ച് എല്ലാ യൂണിവേഴ്സിറ്റി ചട്ടങ്ങളും, UGCയുടെ MHRDയുടെ ചട്ടങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള പഠന പ്രക്രിയയും, അതുപോലെ തന്നെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ഏറ്റവും മനോഹരമായി നടപ്പിലാക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ UGC അംഗീകാരം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള പല യൂണിവേഴ്സിറ്റികൾക്കും ഈ സെഷനിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകതയാണ്. അതുപോലെ മറ്റു പല യൂണിവേഴ്സിറ്റികളും ജൂറിസ്ഡിക്ഷൻ മാറി വന്ന് പ്രവർത്തിക്കുന്നത് UGCയുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾക്ക് ശക്തമായ താക്കീത് നൽകുകയും അവർ അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്ന വർത്തമാനം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മറ്റു യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിലേക്ക് നമ്മൾ ചികഞ്ഞു പോകേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പീപ്പിൾസ് യൂണിവേഴ്സിറ്റി, ജനങ്ങളുടെ യൂണിവേഴ്സിറ്റി അഥവാ ജൻജൻ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പാർലമെന്റ് ആക്ട് പ്രകാരം 1985 രൂപീകരിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത പഠിതാക്കളുടെ ഡോർ സ്റ്റെപ്പിൽ പഠിക്കൽ, ഹയർ എഡ്യൂക്കേഷൻ ജനകീയവൽക്കരിച്ച് എത്തിക്കുക എന്നുള്ളതാണ് ഇഗ്നോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഓരോ പഠിതാവിന്റെയും വിരൽത്തുമ്പിൽ എല്ലാം തന്നെ ഓൺലൈനിൽ അഡ്മിഷൻ എടുക്കുന്ന പ്രക്രിയ. ഓൺലൈനിൽ അഡ്മിഷൻ എടുക്കാൻ ഇപ്പോഴും ടെക്നിക്കലി പ്രയാസമുള്ളവർക്ക് നോട്ട്സിലെ ഹെൽപ്പ് ഡെസ്കുകൾ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും
ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതും ഹെൽപ്പ് ഡെസ്ക് നിങ്ങളെ സഹായിക്കുന്നതുമായിരിക്കും എന്നുള്ള സന്തോഷ വർത്തമാനം ഈ നിമിഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. പ്രിയപ്പെട്ടവരെ, providing access to high quality education to all those who seek it irrespective of age, region, religion and gender. ലിംഗ, മത, പ്രാദേശിക, പ്രായ വ്യത്യാസമില്ലാതെ ഏറ്റവും നല്ല ഹയർ എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഉള്ള ഹയർ എഡ്യൂക്കേഷൻ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇഗ്നോയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രത്യേകത. മാത്രമല്ല, offering need-based academic programs by giving professional and vocational orientation to the courses. ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും, സപ്പോസ് നിങ്ങൾ BA ആണ് എടുക്കുന്നത്, MA ആണ് എടുക്കുന്നത്, MSW ആണ് എടുക്കുന്നത്, BCom ആണ് എടുക്കുന്നത്, ടൂറിസം സ്റ്റഡി ആണ് എടുക്കുന്നത്, എഞ്ചിനീയറിംഗ് ആണ് എടുക്കുന്നത്, അഗ്രികൾച്ചർ ആണ് എടുക്കുന്നത്, ഏത് പ്രോഗ്രാം നിങ്ങൾ ചെയ്യുമ്പോഴും അവിടെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഉയർച്ചയ്ക്ക്, തൊഴിൽപരമായ ഒരു സമുന്നതിക്കും, അതുപോലെ തന്നെ വൊക്കേഷണൽ ഓറിയന്റേഷൻ, നിങ്ങളുടെ വൈദഗ്ധ്യം തെളിയിക്കുന്ന വിദഗ്ധമായ ഒരു ഓറിയന്റേഷൻസ്, അവബോധം ലഭ്യമാക്കുന്ന ഒരു നീഡ് ബേസ്ഡ് അക്കാഡമിക് പ്രോഗ്രാം ആണ്. ആ ഓരോ പഠിതാവിന്റെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ അനുസരിച്ച് ആ പഠിതാവിന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രത്യേകത. മറ്റ് നമ്മളുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം അല്ലെങ്കിൽ ഒരു കോളേജിൽ അവിടെ ചില പേപ്പറുകൾ യൂണിവേഴ്സിറ്റീസ് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു പേപ്പർ മാത്രമേ അവർക്ക് പഠിപ്പിക്കേണ്ട ബാധ്യതയുള്ളൂ. പക്ഷേ ഇഗ്നോയിലെ വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥികൾ, അവരുടെ ആവശ്യം അനുസരിച്ച് അവരുടെ തൊഴിൽപരമായ സമുന്നതിക്കും അവരുടെ വൈദഗ്ധ്യത്തിനും അവരുടെ വൊക്കേഷണൽ കഴിവിനും വൈദഗ്ധ്യം തെളിയിക്കുന്ന തരത്തിലുള്ള സാങ്കേതികമായ അവർക്ക് എന്താണോ ആവശ്യം അത് തെരഞ്ഞെടുക്കാനുള്ള പരമമായ അധികാരം വിദ്യാർത്ഥികളിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത് മറ്റു ഒരു യൂണിവേഴ്സിറ്റിക്കും ഇല്ലാത്ത ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ എന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അത് അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള മഹത്തായ ഒരു പരിപാടിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്നത്. മറ്റൊരു കുറെ പ്രമുഖമായ സവിശേഷതകൾ ഇഗ്നോയ്ക്കുണ്ട്. ഏറ്റവും പ്രമുഖമായ സവിശേഷതകളിൽ നമുക്ക് പ്രാധാന്യം അർഹിക്കുന്ന 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് അതിന്റെ പ്രമുഖമായ സവിശേഷതകൾ എന്നുള്ളത് തന്നെയാണ്. എന്താണ് അതിലെ പ്രമുഖമായ സവിശേഷതകൾ? ഇഗ്നോ അതിന്റെ പ്രോമിനന്റ് ഫീച്ചേഴ്സ് നാഷണൽ ജൂറിസ്ഡിക്ഷൻ ആണ്, അതിന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, ഇന്ത്യയിലെ എല്ലാ മുക്കിലും മൂലയിലും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വിത്ത് ഇന്റർനാഷണൽ പ്രസൻസ്. നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതുപോലുള്ള മറ്റ് സാർക്ക് രാജ്യങ്ങളും നോൺ സാർക്ക് രാജ്യങ്ങളിലും പ്രവർത്തിക്കാനുള്ള പരമമായ അധികാരം നേടിയിട്ടുള്ള ഏറ്റവും വലിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഇമ്പോർട്ടന്റ് അച്ചീവ്മെന്റ് ആയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്, ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇഗ്നോ ആണ് എന്നുള്ളതും, അതുപോലെ തന്നെ കോമൺവെൽത്ത് എഡ്യൂക്കേഷന്റെ, കോമൺവെൽത്ത് ഓഫ് ലേണിംഗിന്റെ എക്സലൻസ് അവാർഡ് നേടിയിട്ടുള്ള വിദ്യാലയമാണ്, അല്ലെങ്കിൽ കലാലയ ക്ഷേത്രമാണ്, അല്ലെങ്കിൽ അറിവിന്റെ ക്ഷേത്രമാണ് ഇഗ്നോ എന്ന് നമുക്ക് പറയാം. മാത്രമല്ല ഫ്ലെക്സിബിൾ അഡ്മിഷൻ റൂൾസ് ആണ് ഉള്ളത്. വഴക്കമാർന്ന അഡ്മിഷൻ റൂളുകൾ, പ്രത്യേകിച്ച് സാങ്കേതികമായ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മൾ എലിജിബിൾ ആണോ, നമുക്ക് ഏറ്റവും സുഗമമായ അഡ്മിഷൻ ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. മാത്രമല്ല ഇൻഡിവിജ്വൽ സ്റ്റഡി, ഓരോ പഠിതാവിനെയും കേന്ദ്രീകരിച്ച് വ്യക്തി കേന്ദ്രീകൃത അല്ലെങ്കിൽ വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതിയാണ്. ഒപ്പം തന്നെ ഫ്ലെക്സിബിലിറ്റി ഇൻ ടേംസ് ഓഫ് പ്ലേസ്, നിങ്ങളുടെ സ്ഥലത്തിന്, നിങ്ങളുടെ ജില്ലയിലെ ഓരോ ജില്ലയിലും 2-3 സ്റ്റഡി സെന്റേഴ്സ്, ലേണിംഗ് സപ്പോർട്ട് കേന്ദ്രങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന മഹത്തായ യൂണിവേഴ്സിറ്റി. മാത്രമല്ല നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡി, 6 മാസത്തിൽ പഠിക്കേണ്ടതുണ്ടോ, 1 കൊല്ലത്തിൽ പഠിക്കേണ്ടതുണ്ടോ, 3 കൊല്ലത്തിൽ പഠിക്കേണ്ട ഒരു ഡിഗ്രി ആണ് എങ്കിൽ അത് ചിലപ്പോൾ 3 കൊല്ലമല്ല 4 കൊല്ലത്തിലേക്ക്, 5 കൊല്ലത്തിലേക്ക്, 6 കൊല്ലത്തിലേക്ക് നീട്ടാനുള്ള മിനിമം ഡ്യൂറേഷനും മാക്സിമം ഡ്യൂറേഷനും നൽകുന്ന മഹത്തായ യൂണിവേഴ്സിറ്റി.
മാത്രമല്ല യൂണിവേഴ്സിറ്റി ഉപയോഗിക്കുന്നത് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ആണ്, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആണ്. ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്ന ഇഗ്നോ ഇപ്പോൾ ഡിജിറ്റൽ ലേണിംഗ് എന്നുള്ള ഏറ്റവും മഹത്തായ ഒരു സംഭവത്തിലേക്ക് കാൽവച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. എം നോട്ട്സിലെ വിവിധ വീഡിയോസിൽ ആയിരക്കണക്കിന് ഇൻഫർമേഷൻസ്, വിവിധ വീഡിയോ 500-ൽ കൂടുതൽ വീഡിയോസിൽ നിങ്ങൾക്ക് ഇഗ്നോയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാവുന്നതാണ്. മാത്രമല്ല നേഷൻ വൈഡ് സ്റ്റുഡന്റ് സപ്പോർട്ട് സർവീസ് നെറ്റ്വർക്ക് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഓരോ ജില്ലയിലും 2ഉം 3ഉം അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, അതുപോലെ തന്നെ ലക്ഷദ്വീപിലെ, വിദേശ രാജ്യങ്ങളിലെ ഇഗ്നോയിലെ സപ്പോർട്ട് സർവീസ് സെന്റേഴ്സുകൾ പ്രവർത്തിക്കുന്നു, റീജിയണൽ സെന്ററുകൾ പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല ഏറ്റവും മനോഹരമായ ഒന്നാണ് കോസ്റ്റ് എഫക്റ്റീവ് പ്രോഗ്രാംസ്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പലതും, ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസ് പലതും ഒരു സെമ്മിന്, ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല, ഒരു വർത്തമാനം എന്റെ പ്രിയപ്പെട്ട പഠിതാക്കൾക്ക് ഞാൻ നൽകുന്നു എന്ന് മാത്രം. ഒരു സെമ്മിന് 20,000 രൂപ ഫീസ് വാങ്ങുമ്പോൾ, വെറും 6 മാസത്തേക്ക് 20,000 രൂപ ഫീസ് വാങ്ങുമ്പോൾ 3 കൊല്ലത്തെ ഒരു ബിരുദത്തിന് ആ 20,000-ൽ താഴെയേ ഇഗ്നോയുടെ ഫീസുകൾ വരുന്നുള്ളൂ. ആ 20,000-ന്റെ 60% മാത്രമേ ഫീസ് വരുന്നുള്ളൂ എന്നുള്ളത് ഇഗ്നോയിലെ പ്രോസ്പെക്ടസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിർബന്ധമായും പറയാം അത് കോസ്റ്റ് എഫക്റ്റീവ് പ്രോഗ്രാം ആണ് എന്ന്. മാത്രമല്ല മോഡുലാർ അപ്രോച്ച് ടു പ്രോഗ്രാംസ് ആണ്. എന്താണ് ഈ മോഡുലാർ അപ്രോച്ച് ടു പ്രോഗ്രാം? നമ്മുടെ നാട്ടിൽ 2 കൊല്ലത്തെ അല്ലെങ്കിൽ 3 കൊല്ലത്തെ ഒരു ബിരുദം നമ്മൾ എടുക്കുന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന് ഞാൻ BBA എന്നുള്ളത് പറയാം. BBA എന്നുള്ള പഠനം നമ്മൾ ചെയ്യുന്നു. BBARL, ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റിറ്റെയിലിംഗ് എന്നുള്ള പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ 1ാമത്തെ വർഷത്തിൽ നമ്മൾ പഠനം പൂർത്തിയാക്കി. തുടർന്ന് പല സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ഒരു ബിരുദമാണ് നമ്മൾ എടുത്തത് എന്ന് കരുതുക. നമുക്ക് ലാറ്ററൽ എക്സിറ്റ് ചെയ്ത് ആ 1 കൊല്ലത്തിൽ പഠനം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇഗ്നോ നമുക്ക് ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ DBA സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമുക്ക് നൽകുക. അതാണ് മോഡുലാർ അപ്രോച്ച്. അതുപോലെ തന്നെ 2 കൊല്ലമാണ് നിങ്ങൾ പഠനം പൂർത്തിയാക്കിയത്, ഒരു ഡിഗ്രിക്കാണ് നിങ്ങൾ ചേർന്നത്. 2 കൊല്ലത്തെ പഠനം നിങ്ങൾ പൂർത്തിയാക്കി എങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള അർത്ഥത്തിൽ PGBA എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് നൽകുക. നമുക്ക് വേണമെങ്കിൽ ലാറ്ററൽ എക്സിറ്റ് ചെയ്യാം. ലാറ്ററൽ എൻട്രി നമ്മൾ പഠിച്ചിരിക്കുന്നു, ഇവിടെ ലാറ്ററൽ എക്സിറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ 3ാമത്തെ വർഷം പൂർത്തിയാക്കിയാൽ BBAയുടെ എല്ലാ സംഗതികളും പൂർത്തിയായി. അതിനുശേഷം നമ്മൾ ഒരു ഇന്റേൺഷിപ്പ് എടുക്കുകയും 3 മാസത്തിന്റെ താഴെ ഉള്ള ഒരു ഇന്റേൺഷിപ്പ് എടുക്കുകയും വൈവാവോസി അറ്റൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ 3 കൊല്ലത്തെ പഠനം മനോഹരമാക്കിയതിനു ശേഷം നമുക്ക് BBA തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ 3 കൊല്ലത്തെ BBA നിങ്ങളുടെ സമയക്രമം അനുസരിച്ച് വേണമെങ്കിൽ 4 കൊല്ലമോ 5 കൊല്ലമോ 6 കൊല്ലമോ ദൈർഘ്യത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു പ്രത്യേകതയാണ് മോഡുലാർ അപ്രോച്ച് ടു പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെയും ലോകത്തിലെയും വിവിധ തൊഴിൽപരമായ കേന്ദ്രങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന അതിബൃഹത്തായ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഉദാഹരണത്തിന് IIT, IIM, അതുപോലെ തന്നെ UGC, അതുപോലെ NPFTL തുടങ്ങിയ NIOS തുടങ്ങിയ മഹത്തായ പല പാരമ്പര്യം നിലനിർത്തുന്ന സ്ഥാപനങ്ങളുമായി റിസോഴ്സ് ഷെയറിംഗ് നടത്തുന്നു, കൊളാബറേഷൻ നടത്തുന്നു, വിപുലമായ നെറ്റ്വർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. പലതരത്തിലുള്ള കൺവെൻഷണൽ യൂണിവേഴ്സിറ്റീസിന്റെയും അതിബൃഹത്തായ വിഭവങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തി റിസോഴ്സ് ഷെയറിങ്ങും കൊളാബറേഷനും നെറ്റ്വർക്കിംഗ് വിത്ത് കൺവെൻഷണൽ യൂണിവേഴ്സിറ്റീസും നടത്തുന്ന ബൃഹത്തായ യൂണിവേഴ്സിറ്റി. മാത്രമല്ല പല ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, ഇന്ത്യയിലും വിദേശത്തുമുള്ള പല ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി, അതർ ഇൻസ്റ്റിറ്റ്യൂഷനുമായി, അതർ ഓർഗനൈസേഷനുമായി കൊളാബറേറ്റീവ് ആക്ടിവിറ്റിയും അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് ആക്ടിവിറ്റിയും റിസോഴ്സ് ഷെയറിംഗും നടത്തുന്ന മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന
നിൽക്കുന്ന കുട്ടികളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ഫീസ് ആനുകൂല്യം നൽകുന്ന വലിയ ഒരു പ്രസ്ഥാനമാണ് ഇഗ്നോ എന്ന് മനസ്സിലാക്കുക. റിസോഴ്സ് ഷെയറിങ്ങിനോടൊപ്പം തന്നെ സോഷ്യലി and academically relevant programs based on students need analysis. കുട്ടികളുടെ അഥവാ ശിശു കേന്ദ്രീകൃതം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും പഠിതാക്കളുടെ ലേണേഴ്സിന്റെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടുള്ള സാമൂഹ്യവും വിദ്യാഭ്യാസപരവും ബൗദ്ധികമായിട്ടുള്ള റിലവന്റ് പ്രോഗ്രാം, ഏറ്റവും അനുയോജ്യമായ പ്രോഗ്രാം നടത്തുന്ന അതിബൃഹത്തായ യൂണിവേഴ്സിറ്റിയാണ്. മാത്രമല്ല കൺവെർജൻസ് ഓഫ് ഓപ്പൺ ആൻഡ് കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം, നിലവിലുള്ള പാരമ്പര്യ വിദ്യാഭ്യാസ രീതിയെ പൊളിച്ചെഴുതുന്ന മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് മനസ്സിലാക്കുക.